ഈ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ഉണ്ടാകുന്ന എല്ലാ കൊല്ലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ അതിൻ്റെ ബന്ധപ്പെട്ട ഒരു വിവാദം. അതിൻ്റെ ഒരു ചടങ്ങെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് സാധാരണ എല്ലാ കൊല്ലവും ഉണ്ടാകുന്നത് ഈ അവാർഡ് കിട്ടാത്തവരുടെ പരാമർശം, പിന്നെ അത് ഒരു വിവാദം അങ്ങനെ ആയിട്ട് മാറുന്നത്. പക്ഷെ ഇത്തവണ അവാർഡ് കിട്ടിയവരുടെ തന്നെ ചില പരാമർശങ്ങൾ ഈ വിവാദത്തിന് തിരികൊളുത്തി എന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്? ഇപ്പോൾ 71ാമത്തെ ദേശീയ അവാർഡ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 71 വർഷവും വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഇതിൽ ജൂറിയുടെ മുന്നിൽ വരുന്ന എല്ലാ സിനിമകളും ജൂറി കാണാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പലപ്പോഴും ഈ കലാകാരന്മാരുടെ സൃഷ്ടി ഒരു അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രഖ്യാപനം വരുന്ന ദിവസം വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുക. പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് ജൂറിയുടെ മുന്നിൽ വന്ന സിനിമകളുടെ എണ്ണം കൂടുതലാണ്. ജൂറി കുറച്ച് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, മുഴുവൻ സിനിമകളും കണ്ടിട്ടില്ല. ആ കാണാതെ പോയ സിനിമകളിൽ നമ്മളുടെ സിനിമയും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാധാരണഗതിയിൽ വിവാദങ്ങൾ ഉണ്ടാവാറ്. അത് വലിയ ചർച്ച ഉണ്ടാകാറുണ്ട്. പിന്നീട് ജൂറി അംഗം അല്ലാതെ അടുത്ത ജൂറി വരുന്ന സമയത്ത് മുൻ ജൂറികൾ അത് പറയാറുമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ സിനിമയും കാണാൻ സാധിച്ചിട്ടില്ല, നല്ല സിനിമകൾ ചിലപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ മാറിപ്പോയിട്ടുണ്ടാകാം എന്നുള്ളത്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറി രൂപീകരിച്ച് ഈ സിനിമ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ആ ദിവസം വരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറും ഇവരിരുന്ന് സിനിമ കണ്ടാൽ മാത്രമേ, ഒരു പക്ഷേ 24 മണിക്കൂറും കണ്ടാലും ഒരു പക്ഷേ ഈ സിനിമകളെല്ലാം കണ്ടു തീർക്കണം എന്നില്ല. ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ളൊരു സിനിമ, അങ്ങനെയുള്ള എത്ര സിനിമകൾ ഒരു ദിവസം കാണാൻ പറ്റും? 10 കാണാൻ പറ്റില്ലല്ലോ. ഒരു എത്ര പേരടങ്ങും ഈ ജൂറി അംഗങ്ങൾ? 3 അംഗങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ 5 അംഗങ്ങൾ ഉണ്ടാകും. ഇവര് 3 പേരും ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ഒരു ദിവസം കൂടിപ്പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂറുള്ള ഒരു 9 സിനിമ അല്ലെങ്കിൽ 8 സിനിമയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. ബാക്കി സമയം ഉറങ്ങണ്ടേ അവർക്ക്? അവസാന ഘട്ടത്തിൽ വരുന്ന സിനിമകളല്ലേ ഇവർ കാണുന്നത്? അല്ല, ജൂറി പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫൈനലിൽ വരുന്നതാണ്. അപ്പോഴും വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളുടെ എണ്ണം കൂടുതലാണ്. മത്സര രംഗത്ത് വരുന്ന സിനിമകളുടെ എണ്ണം. നാഷണൽ അവാർഡ് പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ കാറ്റഗറികളുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും സിനിമകൾ കാണണം. ഓരോ സംസ്ഥാനങ്ങളുടെ സിനിമകളിലെ വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. നാഷണൽ ലെവലിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സിനിമകളുടെ എല്ലാം പരിശോധനകൾ നടത്തണം. അപ്പം വലിയൊരു പ്രോസസ്സാണ് ഈ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ. വിജയ് സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന വിവാദം എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടാത്തവരുടെ വിവാദമാണ് ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ ഉർവശി ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. ഉർവശിക്ക് അവാർഡ് കിട്ടി, സഹനടിക്കുള്ള അവാർഡാണ് കിട്ടിയത്. പക്ഷെ ഉർവശി പറയുന്നതിനകത്ത് ന്യായമുണ്ട്. എങ്ങനെയാണ് ഒരു നടിയെയും സഹനടിയെയും വേർതിരിക്കുന്നത്? അഭിനയമാണോ അതോ അവർ ആ സിനിമയിൽ ചെയ്ത പ്രധാന നടി, രണ്ടാമത്തെ നടി, അങ്ങനെയാണോ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ അഭിനയത്തെ ബേസ് ചെയ്തായിരിക്കണം ഒരാൾക്ക് അവാർഡ് കൊടുക്കേണ്ടത് എന്ന അതിൽ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഉർവശി പറഞ്ഞ കാര്യത്തിൽ കൃത്യമായിട്ട് ഉർവശി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷാറൂഖ് ഖാൻ്റെ സിനിമ, ഷാറൂഖ് ഖാൻ്റെ അഭിനയവും വിജയരാഘവൻ്റെ അഭിനയവും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരുടെ അഭിനയമാണ് നിങ്ങൾക്ക് മികച്ചത് എന്ന് തോന്നുക എന്നുള്ളത്. അത് ഈ ഉർവശി പറയുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും ഉന്നയിച്ചൊരു കാര്യമാണത്. വിജയരാഘവൻ പൂക്കാലം എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെല്ലാം ഞെട്ടിച്ച് അഭിനയം കാഴ്ചവെച്ചൊരു മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിന് സഹനടനുള്ള അവാർഡ്. എങ്ങനെയാണ് സഹനടൻ കാറ്റഗറിയിലേക്ക് വിജയരാഘവൻ പോയത്? അല്ല, ഇവിടെ എനിക്ക് അതിനോട് ഒരു കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബിജേഷ് പറഞ്ഞല്ലോ, അതായത് ഇതിൽ ഒരു ഒറ്റ ഒരു നാമകരണം കൊണ്ട് ഇത് ആദ്യമായിട്ട് ഇവിടെ കേരള സംസ്ഥാന അവാർഡിൽ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അലൻസിയർ ആയിരുന്നു. അപ്പം ഇതിൽ അന്ന് ആരും ഇതിന് മറുപടി പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ ഇതിന് ഞാൻ ആ സമയത്ത് ഇതിൽ എന്താണ് ഇത് പാശ്ചാത്യ ലോകത്ത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് നോക്കിയപ്പോൾ അവിടെ അവർ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ബെസ്റ്റ് സഹനടൻ, സ്വഭാവ നടൻ, ഇത്തരത്തിലുള്ള ടാഗുകളാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. കാരണം അവിടെ ഓസ്കാർ അവാർഡുകളിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നായക നടന് കൊടുക്കുന്നത് ബെസ്റ്റ് ആക്ടറിൻ്റെ ലീഡിങ് റോൾ എന്ന് പറഞ്ഞിട്ടാണ്. ഈ പറയുന്ന വില്ലൻ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരുടെ സോക്കോൾഡ് സ്വഭാവ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിങ് റോൾ. അപ്പോൾ റോളാണ് എന്നവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. സ്വഭാവ നടൻ, ഈ പറയുന്ന അവാർഡിൻ്റെ ടാഗ് ഉണ്ടല്ലോ, അതിങ്ങനെയല്ലേ, സഹനടൻ, സ്വഭാവ നടൻ, ബെസ്റ്റ് ആക്ടർ എന്ന് തന്നെ മാറ്റണം. അത് അങ്ങനെ തന്നെ മാറ്റി. പക്ഷേ റോള് ഇതാണ് റോൾ. ഇപ്പോൾ വിജയരാഘവൻ പൂക്കാലത്തിൽ ചെയ്തത് സപ്പോർട്ടിങ് റോളാണ്. അതിൽ തർക്കമില്ലായിരിക്കുമല്ലോ. ഉർവശിക്കും തർക്കമില്ലായിരിക്കും, വിജയരാഘവനും തർക്കമില്ല. ഷാറൂഖ് ഖാൻ ഈ പറയുന്ന അവാർഡ് അർഹനാണോ ഇല്ല എന്നുള്ള ഒന്നാമത്തെ അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഷാറൂഖ് ഖാൻ ചെയ്ത കഥാപാത്രം ലീഡിങ് റോളിലുള്ളതാണ്. അപ്പോൾ ഈ ടാഗുകൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡായാലും കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡുകളായാലും ടാഗുകൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് കറക്റ്റാണ്, ആ നിരീക്ഷണം കറക്റ്റാണ്. അതല്ല ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ. ഇവിടെ അഭിനയമാണോ നോക്കുന്നത്? ഒരാൾ ചെയ്ത കഥാപാത്രത്തിൻ്റെ
സിനിമയിലെ പ്രാധാന്യമാണോ നോക്കുന്നത്. എനിക്ക് മുമ്പ് എപ്പോഴും ഓസ്കാറിലാണോ പരിഗണിച്ചതെന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് ഒരു സീനിൽ വന്നു പോയ ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയ ഒരു ചരിത്രമുണ്ട്. അതായത് ആ ഒരു സീൻ അയാൾ എങ്ങനെ അഭിനയിച്ചു എന്നത്, അതായത് ഒരാളുടെ അഭിനയത്തെ ബേസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ മികച്ച നായക നടൻ എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രധാന നടന് അവാർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നല്ല. ഉർവശി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സുരേഷ് ഈ പറഞ്ഞതുപോലെ വിജയരാഘവൻ സഹനടനായത്, ഞാൻ എങ്ങനെയാണ് സഹനടിയായത് എന്നതാണ് ഉർവശി ചോദിക്കുന്ന ചോദ്യം. ഉർവശി പറയണു സുരേഷ് ഗോപി ഈ വിഷയം ചോദിച്ച് ഇതിനൊരു മറുപടി തരണം എന്നുള്ളത്. സുരേഷ് ഗോപി അവരുടെ സഹപ്രവർത്തകനാണ്, കേന്ദ്രമന്ത്രിയാണ്, അതുകൊണ്ടാണ് അത് സുരേഷ് ഗോപി അന്വേഷിച്ചിട്ട് മറുപടി തരണം എന്നുള്ള കാര്യം ഉർവശി പറഞ്ഞിരിക്കുന്നത്. ഉർവശി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ഉന്നയിച്ചില്ല എങ്കിൽ ഇത് വേറെ ആൾ ഉന്നയിക്കും. ഇനിയിപ്പോൾ ഞാൻ ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പല ആളുകളും ഇതേ വിഷയം ഉന്നയിച്ചു വരും. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ വിഷയം സുരേഷ് ഗോപി ഒന്ന് പരിഗണനയ്ക്കെടുക്കണം, ജൂറിയുമായിട്ട് ഇത് സംസാരിക്കണം എന്ന് പറഞ്ഞു. മുൻപ് ഇതേപോലെ തന്നെ ഈ അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന സിനിമയ്ക്ക് സഹനടിക്കുള്ള പുരസ്കാരമാണ് ഉർവശിക്ക് കിട്ടിയത്. അപ്പോൾ അന്നും അതിനുശേഷം ജൂറി അംഗങ്ങൾ പറഞ്ഞത് അവർ ആ രണ്ടാം നിര ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ കൊടുത്തത് എന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ ഈ ജൂറി സമിതി അത് പൊളിച്ചെഴുതേണ്ട സമയം അഭിനയത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാരക്ടറിന് കൊടുക്കുക. ലീഡിങ് റോൾ ആണെങ്കിൽ ലീഡിങ് റോൾ, സപ്പോർട്ടിംഗ് റോൾ ആണെങ്കിൽ സപ്പോർട്ടിംഗ് റോൾ, വില്ലൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ ചെയ്ത ക്യാരക്ടറുകൾക്കനുസരിച്ച് ക്യാരക്ടറുകളെ കമ്പയർ ചെയ്തിട്ട് മികച്ച അഭിനയം കാഴ്ചവെച്ച ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജോയ് മാത്യുവിൻ്റെ പരാമർശം. 2015 അദ്ദേഹത്തിന് അവാർഡിനടുത്ത് തന്നെ പുച്ഛമാണ്. അതായത് നടന്മാരെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അതായത് ഇവരെങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഇപ്പം വടക്കൻ വീരകഥ, കിരീടം, ഇതിൽ കിരീടത്തിൽ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം വേറൊരു കഥാപാത്രമാണ്. വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം എൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഒരു കഥാപാത്രം 5-6 നടന്മാർ അങ്ങനെയല്ലേ നമ്മൾ സാധാരണ മറ്റ് മത്സരങ്ങൾ സ്കൂളിലൊക്കെ നടക്കുന്ന എല്ലാ മത്സരങ്ങളും നോക്കിക്കുക. ഒരു കാര്യം 10 പേര് ചെയ്യുമ്പോൾ അവർ ആ ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം ചോദിച്ച അദ്ദേഹത്തിന് ഒരു ഡിഫറെൻ്റ് ആംഗിളാണ് അദ്ദേഹം ചോദിച്ച ഈ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ, പല സംഘർഷങ്ങളുള്ള വ്യവഹാരങ്ങളുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നത്, അതിനെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അവാർഡിനെയൊക്കെ വളരെ നിരർത്ഥമായിട്ടാണ് കാണുന്നത്. ഇത് പറഞ്ഞോളൂ. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും ഒരു സിനിമകൾ കാണുമ്പോൾ നമ്മളും വിലയിരുത്താറില്ലേ, നല്ല അഭിനയമാണ് അല്ലെങ്കിൽ അതിൽ മികച്ചതെന്ന് വരുന്നത് കൊണ്ടാണ് പേര് എടുത്തത്. ശരിയാണ്, അയാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ജൂറി ആണെങ്കിലും ഏത് അവാർഡ് നിർണയ സമിതിയാണെങ്കിലും അത് പരിഗണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടറിയാലോ എന്ന് പറയും. അതായത് ഒരാളുടെ അഭിനയം, അയാൾ ആ ക്യാരക്ടർ എത്രമാത്രം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തി, അയാളുടെ അഭിനയം കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിച്ച് വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് പടം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്, തീർന്നു. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പല സിനിമകൾക്കും ഈ ആ നായകന്മാരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്ന ആളുകളുടെ അഭിനയം കൊള്ളില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സീനിൽ വന്നിട്ട് നമ്മളെ ഞെട്ടിച്ചു പോകുന്ന ചില ക്യാരക്ടറുകളുണ്ട്. ആ ക്യാരക്ടറുകൾ പിന്നീട് നമ്മൾ ശ്രദ്ധയിൽ നമ്മുടെ ഉള്ളിൽ നിൽക്കാറുമുണ്ട്. ഒരു സീനൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 1.5 സീനൊക്കെ വരുന്ന ഒരു സാധനത്തിൽ വന്നിട്ട് പൊളി സാധനം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം നാഷണൽ അവാർഡിൻ്റെ വിഷയത്തിൽ ഉർവശിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ വിവാദത്തിന് തിരികൊള്ളുക. വിവാദം എന്നല്ല, ഉർവശി ചോദിച്ച ചില കാര്യങ്ങളാണ്. അതിൽ സുരേഷ് ഗോപി ജൂറിയുമായിട്ട് സംസാരിച്ചിട്ട് ഒരു മറുപടി ഉടനെ തരണം. സുരേഷ് ഗോപി യാതൊരു വിധത്തിലുള്ള പ്രതികരണമില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ പോലും സുരേഷ് ഗോപി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്താണ് സംഭവം എന്നറിയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ വിഷയങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചു വന്നാൽ പോലും സുരേഷ് ഗോപി അതിനോടൊക്കെ ഒരു പുറംതിരിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ അതിനോടൊക്കെ മൗനം പാലിക്കുന്ന ഒരു സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഉർവശി അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഉർവശിയുടെ ഒരു ആവശ്യം സുരേഷ് ഗോപി തള്ളുവോ കൊള്ളുവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.